വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോദാ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് എക്സാമിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്കിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിൽ ദ സ്കൈ നിയർ അറ്റ് ഹാൻഡ് അല്ലെ, കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൻ്റെ അകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സിലബസ് ഒക്കെ മാറി വന്നത് കാരണം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യണം, എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സോ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നമുക്ക് ഫുൾ മാർക്കും നേടിത്തരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യസ് ലൂണാർ മിഷൻസ് അല്ലെ, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭൂമിയിലുള്ള ആളുകൾ അല്ലെ, നമുക്ക് ചുറ്റുമുള്ള അതായത് നമ്മുടെ ആകാശഗോളങ്ങളെയൊക്കെ നിരീക്ഷിക്കാനും അവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാനും അതുപോലെ സ്പേസിലേക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി ഒരുപാട് മിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ നമുക്കറിയാം, നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് ആണ് നമ്മുടെ ചന്ദ്രൻ അല്ലെ, നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യയുടെ പദ്ധതികൾ ഏതൊക്കെയാണ്, ഇന്ത്യയുടെ മിഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രയാൻ 1ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള ചന്ദ്ര പര്യവേഷണം അല്ലെ, അതായത് നമ്മുടെ ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ലൂണാർ എക്സ്പ്ലറേഷന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുള്ള ആദ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ മിഷനാണ് എന്ത്, ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ ഓർത്തു വയ്ക്കുക, 2008 ഒക്ടോബർ 22-നാണ് നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഈ ഒരു ലോഞ്ച് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ലൂണാർ സർഫസിനെ കുറിച്ച് മനസ്സിലാക്കുക, അതായത് ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മുടെ ചന്ദ്രയാൻ 1 ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഫസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് ഏതാണ്, ചന്ദ്രയാൻ 1 ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് മിഷനോ അത് ഈസിയാണ്, ചന്ദ്രയാൻ 2 ആണ് അല്ലെ. ചന്ദ്രയാൻ 1 ആണ് ഫസ്റ്റ് എങ്കിൽ ചന്ദ്രയാൻ 2 ആണ് സെക്കൻഡ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ജൂലൈ 22-നാണ് ഇതിന്റെ വിക്ഷേപണം നടക്കുന്നത്, അതായത് ഇതിന്റെ ലോഞ്ച് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൂണാർ സർഫസിൽ, അതായത് നമ്മുടെ ചന്ദ്രന്റെ ഉപരിതലത്തില് പാറകളും മണ്ണും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് കണ്ടെത്തുക, ആ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചന്ദ്രയാൻ 2ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 ആണ്. മിസ് നേരത്തെ പറഞ്ഞില്ലേ പഠിക്കാൻ സുഖമാണ്. അപ്പൊ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഇങ്ങനെ 3 മിഷൻസ് ആണ്, 3 പദ്ധതികളാണുള്ളത്. അപ്പൊ മൂന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ പേടകം, ആ ഒരു ടൈറ്റിൽ ഉള്ളത് നമ്മുടെ ചന്ദ്രയാൻ 3-ക്കാണ്. ചന്ദ്രയാൻ 3 ഈസ് ദ ഫസ്റ്റ് മിഷൻ ടു ലാൻഡ് ഓൺ ദ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. ഓക്കെ, അപ്പൊ മൂണിന്റെ സൗത്ത് പോളിലും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ പേടകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 3 ആണ്. അത് നമ്മുടെ ഇന്ത്യയുടെ മൂന്നാമത്തെ മിഷൻ ആണ് അല്ലെ, ചന്ദ്രനിലേക്കുള്ള നമ്മുടെ മൂന്നാമത്തെ പദ്ധതിയായിരുന്നു. 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. ഓക്കെ, ലോഞ്ച് നടന്നിട്ടുള്ളത്. എന്നാൽ 2023 ഓഗസ്റ്റ് 23-ന് അത് എന്ത് ചെയ്തിട്ടുണ്ട്, ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ലൂണാർ സർഫസിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ്, പലതരത്തിലുള്ള എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ലക്ഷ്യം അല്ലെ, എയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 നമ്മൾ ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ അല്ലെ, ലൂണാർ മിഷൻസ് ആണ്, ചാന്ദ്ര ദൗത്യങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് മറ്റ് ആകാശഗോളങ്ങളെ കുറിച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മിഷൻസ് അല്ലെ, ഒരുപാട് പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൂടെ നമ്മൾ നോക്കാൻ പോവാണ്. സോ ആദ്യം നമ്മൾ ഓർത്തു വെക്കേണ്ടത് നമ്മുടെ മംഗൾയാനെ പറ്റിയാണ്. മംഗൾയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൊവ്വ പര്യവേഷണമാണ്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, മാസ് എക്സ്പെഡിഷൻ ആണ്. അത് നമ്മൾ പഠിച്ചു വെക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആദിത്യ L1 ആണ്, സോളാർ എക്സ്പെഡിഷൻ, അതായത് സൗര പര്യവേഷണമാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി
ലാസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ആളാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഗഗൻയാൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതെന്താണ്, നമ്മുടെ സ്പേസ് അല്ലെ, ബഹിരാകാശ പര്യവേഷണമാണ്, സ്പേസ് എക്സ്പെഡിഷൻ ആണ് അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ആയിട്ട് ഇത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നമ്മളോട് ചോദിച്ചേക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ മക്കളോട് ഒരു കാര്യം കൂടെ മിസ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് ആണ് നമ്മുടെ സൈലത്തിന്റെ സ്വന്തം പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും, എന്നാൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അവിടെ നമ്മുടെ ക്രിസ്മസ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാം ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.